ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ആദർശൻ ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ നന്ദുട്ടൻ വിളിക്കുന്നുണ്ട്. നന്ദു എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ആദർശേട്ടാ ആ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണം ഫൈനൽ സ്റ്റേജിലാണ്. ഇനിയിപ്പോൾ പലരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. സുഭാഷ് എന്നൊരാളല്ലേ അവിടെ ഗോൾഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, അയാളിൽ നിന്ന് നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങാറില്ല, പക്ഷേ അയാൾ സ്വർണ്ണം മൂർത്തി ജ്വല്ലറിക്ക് കൈമാറിയതായി ചില രേഖകളുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അറിവോടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതെ, ആദർശേട്ടനൊന്നും അറിയണില്ല, പക്ഷേ അറിഞ്ഞവരവിടെ ഉണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ട് ആ സ്വർണ്ണ പണിക്കാരനായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ വ്യക്തമായ മറുപടി ഒന്നും തന്നില്ല. അതുകൊണ്ട് ഇത്തവണ അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നന്ദു വന്ന് പോയ ശേഷം അയാളൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യക്തമായ തെളിവൊന്നുമില്ലാതെ അയാളെ പറഞ്ഞു വിടാനും പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ ഇനി പറഞ്ഞു വിടേണ്ടി വരും ആദർശേട്ടാ. വിശ്വസ്തരായ പലരും ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ നന്ദുവിനോട് പറഞ്ഞല്ലോ, അവരൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ സ്ഥാപനത്തിനെ ഗുണം ചെയ്യുന്നത്. എന്തായാലും 2-3 ദിവസത്തിനകത്ത് ഈ കേസിന് വ്യക്തത വരുമെന്ന് പറയേണ്ടിട്ട് നന്ദു. ഒരു കാര്യം ഉറപ്പാ, മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ കള്ളക്കടത്ത് സ്വർണ്ണം സെയിലാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം കുടുംബത്തിലുള്ള അസുരൻ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. അബിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവനും ഈ സുഭാഷും അതുപോലെ ആ സ്വർണ്ണ പണിക്കാരനൊക്കെ തമ്മിൽ നിരന്തരം വിളിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ കൊണ്ടുപോയിക്കോട്ടെ. ആദർശ് പറയുന്നത്, അതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ, അതൊക്കെ നന്ദുവിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ, സംശയം തോന്നാൻ എല്ലാവരും കൊണ്ടുപോകാം. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദുട്ടൻ സ്വർണ്ണ പണിക്കാരനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുട്ടൻ പറയുന്നുണ്ട്, അന്ന് ഞാൻ ജ്വല്ലറിയിൽ വന്നപ്പോൾ കണക്കില്ലാത്ത പണം തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ സോഴ്സ് ചേട്ടൻ പറഞ്ഞതിൽ വ്യക്തതയില്ല, അതുകൊണ്ടാണ് ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അയാൾ കിടന്ന് പരിങ്ങാന്നല്ലാതെ ഒന്നും പറയണില്ല കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കേണ്ടത്, ചേട്ടനൊരു സുഭാഷിനെ അറിയോ? അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, മേഡം സുഭാഷോ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, ഓർക്കണില്ല അല്ലേ, അങ്ങനെ പേരുള്ള ഒരാളുടെ നമ്പറിലേക്ക് ചേട്ടൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. ഇനി സുഭാഷിന് വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അയാൾ ആ സുഭാഷ്, അയാൾ മൂർത്തി ജ്വല്ലറിക്ക് ഗോൾഡ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നന്ദുവിന് തലയിട്ട് ആട്ടിയിട്ട് ചോദിക്കേണ്ടത്, ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ കൊണ്ടുവരാറുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല മേഡം. കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങൾ തമ്മിൽ 10-20 തവണ വിളിച്ചിട്ടുണ്ട്. അതേ സമയത്താണ് നിങ്ങളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ വലിയ വലിയ തുകകൾ ക്രെഡിറ്റ് ആയത്. നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ടിലും ആ സമയത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് മേഡം, അല്ല മേഡം, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിട്ടിയൊക്കെ പിടിച്ചായിരുന്നു. അതുകൂടാതെ ഓണത്തിനും ക്രിസ്മസിനും ഞങ്ങൾക്ക് കുറച്ച് ബോണസൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ തപ്പി പിടിച്ച് പറയണം കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട്, അതിന് വ്യക്തമായ കണക്കില്ലേ? അപ്പോൾ അയാളൊന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എത്ര രൂപ ബോണസ് തന്നൊന്ന് ആദർശനെ വിളിച്ചൊന്ന് ചോദിച്ചാൽ മതി, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. എന്തായാലും ലക്ഷങ്ങൾ നിങ്ങളുടെ വൈഫിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞേ പറ്റൂ. അത് പറഞ്ഞില്ലെങ്കിൽ കുടുംബം മുഴുവൻ ജയിലിലാവും. ഭാര്യയും 2 പെൺകുട്ടികളല്ലേ ഉള്ളത്, അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ മക്കളുടെ ഭാവി കൂടി കളയണോ? സുഭാഷും മൂർത്തി ജ്വല്ലറിയിൽ സ്വർണ്ണം സപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ താനും അയാളും തമ്മിൽ ഇത്രയധികം കോൾ ചെയ്യേണ്ട ആവശ്യം എന്താ? അതിനു മുൻപ് 5 വർഷത്തെ തൻ്റെ കോൾ ലിസ്റ്റ് എടുത്തു. അതിൽ വർഷത്തിൽ 1-2 തവണ താൻ അയാളെ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഇങ്ങോട്ട് സ്ഥിരം വിളിയായിരുന്നു. ഇടയ്ക്ക് അതൊന്ന് നിലച്ചതാ. എന്നാൽ അതെ, ഇപ്പം 4-5 ദിവസമായിട്ട് വിളിയോട് വിളിയാ. അതായത് ഈ അന്വേഷണം തുടങ്ങിയ ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം നടക്കാതെ അങ്ങനെ ഒരു വിളി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊക്കെ കേട്ട് അയാൾ നിന്ന് ആകെ കടന്ന് പരിങ്ങാണിട്ടോ, ഒന്നും പറയണില്ല. അപ്പോൾ നന്ദുട്ട അയാൾ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് പറയുന്നുണ്ട്, പറയടോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. അപ്പോൾ അയാൾ തൊഴുതിട്ട് പറയണ്ട, അയ്യോ മേഡം, ഞാൻ എല്ലാം പറയാം മേഡം, പറയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അയാൾ നന്ദുട്ടനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്ദുട്ട ഇതൊക്കെ കേട്ട് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ്. ഈ സമയം അനന്തപുരിയിൽ നമ്മുടെ നായരുടെ ഫോണിലേക്ക് ഓമന വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹലോ ഓമനേച്ചി എന്ന് പറയുമ്പോൾ, മോളെ അനഘമോൾക്ക് നല്ല സുഖമില്ലേ മോളെ? ഭയങ്കര ശ്വാസം മുട്ടില്ല, ഞാൻ ഓക്സിജൻ മാസ്ക് വെച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ലേ മോളെ, പെട്ടെന്ന് കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. ശരി ഓമനേച്ചി എന്ന് പറഞ്ഞിട്ട് അതിനെ ഫോൺ വെച്ച് ഇപ്പോൾ എന്താ ചെയ്യാമെന്നൊന്ന് ആലോചിക്കുന്നുണ്ട് മിനിറ്റ്. എന്നിട്ട് വേഗം നന്ദുട്ടനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹലോ നയനേച്ചി എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട്, മോളെ നീ എത്രയും പെട്ടെന്ന് അനഘയുടെ വീട്ടിലേക്ക് ചെല്ലണം. ഇപ്പോൾ അവൾ അവിടെ നിന്ന് തന്നെ ഓമനേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അനഘയ്ക്ക് തീരെ സുഖമില്ല, നല്ല ശ്വാസം മുട്ടലുണ്ടെന്നാണ് പറയണേ. എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിക്കണം. ശരി ചേച്ചി, ഞാൻ ആദ്യം പുറപ്പെടുക എന്നും പറഞ്ഞിട്ട് നന്ദുട്ടൻ വേഗം അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെല്ലുമ്പോൾ ഓമനേച്ചി ഇരുന്നിട്ട് അനഘയുടെ നെഞ്ചിങ്ങനെ ഒഴിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓടിയാൽ നന്ദു ചേച്ചി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പറയുന്നത്, ഇതേ കണ്ടില്ലേ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്തിരി കൂടുതലാണ് മോളെ. ഇടയ്ക്ക് ഇപ്പോൾ ആബി വന്നിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് ചേച്ചി ഒന്ന് പിടിച്ചേന്ന് പറഞ്ഞിട്ട് 2 പേരും ചേച്ചിയും നന്ദുട്ടനും കൂടിയിട്ട് അനഘനെ എടുത്തിട്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് നന്ദുട്ടൻ ഡ്രൈവറോട് പറയണ കേട്ടോ, ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് അനഘ കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക്, വേഗം വിട്ടോ. അങ്ങനെ നയനെ ടെൻഷൻ അടിച്ചിട്ട് വേഗം മുകളിലേക്ക് കയറി പോകണം കേട്ടോ. അപ്പോൾ അബി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. എന്നിട്ട് അബീനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി എന്തുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം എല്ലാം അബിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടേക്ക് പോണേ? ഹോസ്പിറ്റലിലേക്കാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി ചോദിക്കുന്നത്, ഹോസ്പിറ്റലിലേക്കോ? അല്ല എന്തിന്? ആ പാവാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയടാ, ഇനി അവൾ മരിച്ചോ ജീവിച്ചോ എന്ന് അറിയണോ നീ പോണേ? അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അതെപ്പോൾ സംഭവിച്ചു? നിനക്കറിയില്ലേ എപ്പോൾ സംഭവിച്ചു എന്ന്? അപ്പം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയിട്ടാട്ടുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, നീ അനക്കെ കാണാൻ പോയപ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണും, അല്ലെങ്കിൽ ബലമായിട്ട് ആ പാവത്തിൻ്റെ വായിലേക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്ത് കാണും.
അപ്പോൾ അഭി പറയണേ എന്തിനാ എടുത്തി എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് എടുത്തി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ നേരത്തെ നിനക്ക് വാണിംഗ് തന്നിട്ടുള്ളതാ. ആനകയ്ക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ജീവിതം അവിടെ തീർന്നു എന്ന് കരുതിക്കോ. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അല്ല ഏത് ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയിക്കണെടുത്തി? സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നോടത്ത് തന്നെയാണോ? അപ്പോൾ നയനങ്ങനെ നോക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വിവരമൊന്നും അന്വേഷിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നത്, നീ അങ്ങോട്ട് പോരുത്, അവിടെ അനങ്ങുന്നൊക്കെ ആളുണ്ട്. അനകയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാഗത്ത് തെറ്റ് മാറ്റാന്നാണോ നിന്റെ വിചാരം? ഇവിടെ നിന്റെ കുഞ്ഞുണ്ടറാ, അതിന്റെ ഒരു മുടിനാരി മതി നീയാണ് അതിന്റെ അച്ഛനെന്ന് തെളിയിക്കാൻ. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നവ്യേച്ചി അതിന്റെ പേരിൽ ഉടക്കുണ്ടാക്കിയ ചേച്ചി കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ അത് ധാരാളം മതിയെന്ന് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അഭി പറയുന്നുണ്ട്, എനിക്കത് അറിയാലോ എടുത്തി, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഒരിക്കലല്ല, നീ ചെയ്ത തെറ്റിൻ്റെ ആൾ നിനക്കറിയായിരുന്നെങ്കിൽ നീ നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയേനെ. നീ ചന്തുമോളെ കാണുമ്പോൾ അതിനൊന്ന് സ്നേഹിച്ചേനെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങളെയൊക്കെ ഭയന്നിട്ടാണ് നീ കുഞ്ഞിനോടൊന്ന് സംസാരിക്കണത് പോലും. പിന്നെ നിന്നെ പോലെ ഒരുത്തൻ ചന്തുമോളുടെ അച്ഛനാണെന്ന് മോള് പറയണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞ് നിന്നെ ശല്യം ചെയ്യാത്തത്. നിനക്ക് ചന്തുമോളുടെ അടുത്തേ സ്നേഹമില്ല, നവ്യേച്ചിയുടെ കുഞ്ഞിനോടും സ്നേഹമില്ല. നിന്റെ ഭാഗത്ത് തെറ്ററിയാവുന്ന നീ ഒരു അവസരം കിട്ടിയ ചന്തുമോളെ കൂടി ഇല്ലാണ്ടാക്കും. അങ്ങനെ ഒരു പിശാചിൻ്റെ ജന്മാടാ നീ. അന്നും പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ പോയപ്പോൾ അവിടെ മുഖം കാണണം. ഭവി പറയുന്നുണ്ട്, അതടി അങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ടോ മനസ്സിൽ. ഈ സമയം നന്ദുട്ടൻ അനങ്ങനെ ഹോസ്പിറ്റലാക്കിയിട്ട് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നത് എന്തായി ഡോക്ടറെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഈ സമയം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അനഘ റിക്കവറായി വരികയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ബലപ്രയോഗം നടന്നു എന്നുള്ള കാര്യം ഉറപ്പാ. കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ പറയുന്നത് ഭാഗ്യത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത് ചെയ്തതാരായാലും അവർ വെറുതെ വിടരുത്. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, ഡോക്ടർക്ക് അറിയാലോ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചൊരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ എൻ്റെ ചേച്ചി ഏട്ടനും കൂടി ഏറ്റെടുത്തതാ. അവർക്ക് ആകെയുള്ളൊരു ആശ്വാസം. അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അനഘയുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നതാ. അതുകൊണ്ട് അവിടെ ഒരു സർവനെ വെച്ചത്. പക്ഷേ അവരുടെ കണ്ണൊന്നും തെറ്റിയപ്പോഴാണ് ഇങ്ങനൊരു അറ്റാക്ക് നടന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അനഘയ്ക്ക് എക്സ്ട്രാ കെയർ കൊടുക്കണം. അവർ ഓരോ ദിവസം ഇവിടെ ചെക്കപ്പിന് കൊണ്ടുവരുമ്പോഴും ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ആ കുട്ടീനെ നോക്കിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് പോലും ഞങ്ങൾ ഡോക്ടേഴ്സിന് തോന്നിയിട്ടുണ്ട്. ആ സമയത്താണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളുണ്ടായത്. ഇനിയെങ്കിലും ഇതൊക്കെ ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. ശരി ഡോക്ടർ, എനിക്ക് അനഘനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കേണ്ടിട്ട് നന്ദുട്ടൻ. അപ്പോൾ ഡോക്ടർ അതിനെന്താ, ഞാൻ വിളിച്ച് പറയാം, ഇപ്പോൾ ആ കുട്ടിക്ക് ബോധമുണ്ട്. അപ്പോൾ ഓക്കെ ഡോക്ടർ എന്നും പറഞ്ഞിട്ട് നന്ദുട്ടൻ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അനഘയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അനഘ അങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നന്ദുട്ടൻ വന്നിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോക്കുണ്ട്. അപ്പോൾ അനഘ കണ്ണ് തുറന്നിട്ട് നന്ദുട്ടനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയണ്ടേ, എനിക്കറിയാം ആരത് ചെയ്തതെന്ന്. എനിക്ക് മാത്രമല്ല നയനേച്ചിക്കും ആദർശനൊക്കെ അറിയാം. അവൻ അനഘയോട് മാത്രമല്ല നല്ലവരിൽ നല്ലവനായ ആദർശനോട് പോലും അവൻ നീതികേട് കാണിച്ചു കഴിഞ്ഞു. അതിനുള്ള ശിക്ഷ അവന് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അത് കഴിഞ്ഞിട്ട് നന്ദു അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ രാകേഷും വിഘ്നേഷും വിളിക്കണ്ടേട്ടാ. പറയടാന്ന് പറയുന്നുണ്ട്, നാമിക ഒരു ഹോട്ടലിലേക്ക് കയറുന്നത് ഞങ്ങളിപ്പോൾ കണ്ടായിരുന്നു. കൂടെ അയാളുണ്ട് അബി. ഇത് ഹോട്ടലിലേക്ക് കയറിയത് ചോദിക്കണ്ടേട്ടോ. അപ്പോൾ പറയുന്നത്, ഇവിടെ ടൗണിൽ നിന്ന് മാറിയിട്ട് പള്ളിത്തോട്ടത്തിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ടല്ലോ, ഒരു വലിയ ഹോട്ടൽ എന്ന് പറയണ്ടേട്ടാ. അപ്പോൾ നന്ദു ചോദിക്കും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള ഹോട്ടലല്ലേ? അതേന്ന് പറയണ്ടേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അവിടുത്തെ മാനേജർ എനിക്ക് പരിചയമുണ്ട്, ഞാൻ അയാളുടെ മൊബൈൽ നമ്പർ തപ്പിയെടുത്തോളാം, നീ വെച്ചോ. ഈ സമയം അബിയും അനമയും കൂടി ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിക്കണ്ടേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ മാനേജർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും മാനേജർ കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ മാനേജർ എടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നന്ദു പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നന്ദന, ഈ സ്റ്റേഷനിലെ ചെയ്യാം. എന്നെ അറിയാലോ, ഞാൻ ഫ്രണ്ട്സുമായിട്ട് പലപ്പോഴും ഹോട്ടലിൽ വന്നിട്ടുള്ളതാണ്. അതെന്ത് പറച്ചില്ല മേഡം, എനിക്ക് പിന്നെ മേഡത്തിന് അറിയത്തില്ലേ ചോദിക്കണ്ട കേട്ടോ. എന്താ വിളിച്ചത് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നന്ദിട്ട് ചോദിക്കേണ്ട, അവിടെ അബി ഉണ്ടോ, അനന്തപുരിയിൽ അബി? അപ്പോൾ ആൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത്, ഉണ്ട്, കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നന്ദു പറയണ്ടേ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, അവരുടെ സംസാരം ഒന്ന് റെക്കോർഡ് ചെയ്ത് തരണം. നോക്കാം മേഡം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എനിക്കൊന്ന് അത് അയച്ചു തരണം. അപ്പോൾ ആദർശാണെങ്കിൽ എന്തോ ലാപ്പിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നയന വന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ അബീനെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അവനോട് വളരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തതായിട്ട് നന്ദു വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അബിയുടെ കുറച്ച് ആൾക്കാർ ആ വീടിന് ചുറ്റുമുണ്ടെന്ന് നേരത്തെ അറിവ് കിട്ടിയതാ. അതനുസരിച്ച് അവന്മാരെയൊക്കെ നമ്മുടെ ആൾക്കാരവിടെ നിന്ന് നീക്കുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കണം അവനിപ്പോൾ നേരിട്ട് പോയത്. പിന്നെ നന്ദു നിന്നോട് അവൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ, അത് അനഘയുടെ കേസിൽ മാത്രമായിരിക്കില്ല, ആ സ്വർണ്ണക്കടത്ത് കേസില്ലേ, അതുമായി ബന്ധപ്പെട്ട് അബി എന്തൊക്കെയോ തീരുമാനം നടത്തിയിട്ടുണ്ട്. എന്തായാലും നന്ദു ഭയങ്കര ദേഷ്യത്തിലാ. അബി ചെയ്ത് തെറ്റിയ എൻ്റെ തലയിൽ കെട്ടിവെച്ചതിന് അമർഷം അവൾക്ക് പണ്ടേ ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ആദർശ് പറയേണ്ടത്, ഈ ക്രിമിനലൊക്കെ ജയിലിലാണ് കിടക്കേണ്ടത്, അവരെ പുറത്ത് ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല. അബിക്ക് ഇപ്പം അതിനുള്ള സമയമെന്ന് തോന്നണം. ഇനിയിപ്പോൾ ആരൊക്കെ റെക്കമെൻഡേഷനായിട്ട് വന്നാലും വേണ്ടില്ല, അവന് രക്ഷിക്കാൻ വേണ്ടി ഞാനും മുത്തച്ഛനൊന്നും ശ്രമിക്കാൻ പോണില്ല. അപ്പം നയന പറയണ്ടേ, ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. ആ സങ്കടത്തിൻ്റെ പുറത്ത് നമ്മൾ ഇത്ര നാളും വലിയൊരു സത്യം ഒളിപ്പിച്ച് വെച്ചില്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ ആദർശ്. ഇനിയും ചന്തുമോളെ എൻ്റെ കുഞ്ഞാണെന്ന് ചേച്ചി അറിഞ്ഞാൽ മതി. ചന്തുമോളെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം മോളായിട്ടല്ലേ വളർത്തുന്നത്. ആ കുഞ്ഞ് ഒരിക്കലും അബീനെ അച്ഛാന്ന് വിളിക്കണ്ട എന്ന് കരുതി അവൻ ചെയ്യണ എല്ലാ തെറ്റും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നയന പറയണ്ട കേട്ടോ,
നന്ദു അവൻ്റെ പിന്നാലെ തന്നെയുണ്ട്. മിക്കവാറും അവനെ തേടി അവൾ ഇങ്ങോട്ട് വരുന്ന തോന്നണേ. സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ചേച്ചീനെ അടക്കി പിടിച്ചിരിക്കുക അവൻ. അവനോടുള്ള ചേച്ചിയുടെ സ്നേഹം പോകാനായിട്ട് ഒരു നിമിഷം മതി. അതിന് നമ്മൾ ശ്രമിക്കാതിരിക്കുമ്പോഴും അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് മാറാൻ ശ്രമിക്കുന്നില്ല. പിന്നെ വരുന്നത് വരട്ടെ, എന്തായാലും അവൻ്റെ ജീവിതത്തിൽ അനഘയുടെ ശാപം ഉണ്ടാവും എന്ന് പറഞ്ഞ് നയന പോയി. അപ്പോൾ ആദർശ് എന്താ ചെയ്യണമെന്ന് അറിയാൻ നിൽക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പത്രമാറ്റിന് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.